പലപ്പോഴും ഒരു മേഖല പ്രൊഫഷനായിട്ട് തിരഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ ഒരു സാമ്പത്തിക വശം എന്ന് പറയുന്നത് നമ്മളൊക്കെ പറയും വലിയ ഇതില്ലെങ്കിലും സാമ്പത്തിക വശം ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. പൈസ അല്ല പക്ഷേ പൈസ വേണം, ഉറപ്പായിട്ടും വേണം. കാര്യം നമ്മുടെ ജീവിതത്തിൽ എല്ലാ ആവശ്യങ്ങൾക്കും പൈസ വേണം. ഒരു 5 രൂപയും 10 പൈസയാണെങ്കിൽ നമുക്ക് ആവശ്യമാണ്. ജ്യൂസിന്റെ പൈസ കൊടുത്തോളൂ. ഉറപ്പായിട്ടും അതൊന്നും പേടിക്കില്ല. എനിക്ക് എങ്ങോട്ടാ പറഞ്ഞു പോണേന്ന് കിട്ടുന്നില്ല. പൈസ വേണം, അതുകൊണ്ടാണ് ഈ ജ്യൂസിന്റെ 25 രൂപ തരണമെന്ന് പറയുന്നത്. ഒരു മേഖലയിലോട്ട് ഈ ഒരു മേഖല തിരഞ്ഞെടുക്കുമ്പോൾ എത്രത്തോളം സെക്യൂർഡ് ആയിരുന്നു, എത്രത്തോളം സെക്യൂർഡാണ്? അത് സത്യത്തിൽ നമ്മൾ ഒട്ടും സെക്യൂർഡ് അല്ല. അത് നമ്മൾ അങ്ങനെ ചിന്തിച്ചിട്ട് കാര്യമില്ല. അതായത് ഈ നമ്മുടെ പൈസ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, നമുക്ക് എന്താ സെക്യൂരിറ്റി ഉള്ളത്? ഇവിടെ എന്തിനാ സെക്യൂരിറ്റി ഉള്ളത്? ഇപ്പോൾ വെള്ളം മുങ്ങി കഴിഞ്ഞ 2 മാസം മുമ്പ് നമ്മളുടെ കാര്യം ഉണ്ടായിരുന്നു, ഒരു കുഴപ്പമില്ലായിരുന്നു. പക്ഷേ തൃപ്പൂണിത്തുറ ക്യാമ്പുകൾ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരുപാട് പോയി പ്രവർത്തിച്ചു, ഒന്നും പറയുന്നില്ല. അപ്പോൾ ഈ നമ്മുടെ ഈ സെക്യൂരിറ്റി എന്ന് പറയുന്നത് ശരിക്ക് നമ്മുടെ ഒരു മിഥ്യാധാരണയാണ്. നമുക്ക് അങ്ങനെയൊന്നും വിചാരിക്കാൻ പറ്റില്ല. എന്നാൽ ശരിയാണ്, ഗവൺമെൻറ് ജോലിയാണ്, പെൻഷൻ കിട്ടും, കാര്യങ്ങളുണ്ടെന്നൊക്കെ പറയുന്നതൊക്കെ പറയുമെങ്കിലും നമുക്ക് ശരിക്ക് ഞാനിവിടെ വായിച്ചാണ്, ജീവിക്കാൻ കുറച്ച് പൈസ മതി, മറ്റുള്ളവരെ പോലെ ജീവിക്കാൻ കുറേ പൈസയുടെ ആവശ്യമുള്ളൂ. പിന്നെ നമ്മൾ നഷ്ടം എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ തുടങ്ങിയതിനേക്കാൾ താഴെ പോകണം. ഈ ലാഭം കുറയുന്നതിൻ്റെ നഷ്ടം എന്ന് പറയരുത്. നമ്മുടെയൊക്കെ വണ്ടി ഇപ്പം നല്ല ലാഭത്തിലാണ്. ഇനി ഇത് കുറഞ്ഞ് നമുക്ക് പോകാൻ, നമ്മൾ തുടങ്ങിയതിനും ബാക്കിലാണ് നഷ്ടത്തിന്റെ പോയിന്റ് കിടക്കുന്നത്. അതുവരെ നമ്മൾ ഹാപ്പിയാണ്, നമുക്ക് ലാഭത്തിലാണ്, നമ്മൾ കിട്ടിയതിൽ വളരെ സന്തോഷത്തോടു കൂടിയാണ് പോകുന്നത്. അപ്പോൾ ഇത് തുടങ്ങുമ്പോൾ ഇതിന്റെ ഇൻസെക്യൂരിറ്റി എന്ന് പറയുന്നത് ഇപ്പോഴും ഉണ്ട്. ഇപ്പം ഞാനൊരു 2 മാസം കാലൊടിഞ്ഞ് വീട്ടിൽ കിടന്നാൽ ആ 2 മാസത്തെ പരിപാടി കംപ്ലീറ്റ് പോയി. ഇനി പൈസ ഇല്ല. ഗവൺമെന്റ് ജോലിയാണെങ്കിൽ ആ 2 മാസം പൈസ കിട്ടും. പക്ഷേ പൈസ കിട്ടുന്ന സമയത്ത് നമുക്ക് അല്ലാതെ വേണമെങ്കിൽ നല്ലോണം പറയും. ഈ കലയ്ക്ക് മാത്രമുള്ളൊരു പ്രത്യേകത, ലോകത്ത് മറ്റെല്ലാ ജോലിക്കും തരുന്നവനാണ് പൈസ നിശ്ചയിക്കുന്നത്, കലയ്ക്ക് മാത്രം മേടിക്കുന്നവനാണ്. തരുന്നവൻ പറയും ഇത്ര തരും, അത് പറ്റില്ല. കല അങ്ങനെയല്ല, എനിക്ക് ഇത്ര വേണം, അത് പറ്റുമെങ്കിലും മതി എന്നൊക്കെ പറയുന്ന ഓപ്ഷൻസ് ഉള്ള ജോലിയാണ് അത്. അങ്ങനെ നമ്മൾ അനുഭവിക്കും. നമ്മൾ അതിനനുസരിച്ച് ഇത് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ പൈസ പറയാനും പെരുമാറാനും ഒക്കെ. അതുകൊണ്ട് എനിക്ക് വലിയ കുഴപ്പങ്ങൾ വന്നില്ല. ഇത്രത്തോളം ഇപ്പോൾ പറഞ്ഞു, കല നമ്മളാണ് അതിൻ്റെ റെമ്യൂണറേഷൻ തീരുമാനിക്കുന്നത്, ആ ബെഞ്ച് മാർക്ക്. ഇന്ന് കലാകാരന്മാരുടെ ഒരു വളരെ എന്താ പറയുക, അത്രയും റിച്ചാണ് കേരളം. ഒരുപാട് കലാകാരന്മാരുണ്ട്. പക്ഷേ അതിലൊരു മുൻനിര കലാകാരന്മാർക്ക് മാത്രമേ നമ്മുടെ ഒരു റെമ്യൂണറേഷൻ പറയാൻ പറ്റൂ. ഒരു ഇത്ര കൊല്ലം കഴിഞ്ഞിട്ടും അധികം വളർന്നില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് പോയി ഇതാന്ന് പറഞ്ഞാൽ എന്നാൽ നീ വരണ്ട എന്ന് പറയും. അങ്ങനെയുള്ളവർക്ക് ഒരു ഫ്രണ്ട്ലി മെസ്സേജ് എന്താണ്? ഹൗ ക്യാൻ ദേ ഗ്രോ, ഹൗ ദേ ഇംപ്രൂവ്, എന്തൊക്കെയാണ് അവർ ചെയ്യേണ്ടത്? അല്ല, അത് കല നമ്മൾ ഗവൺമെൻറ് ജോലി പോലെയല്ല. കലയ്ക്ക് വലിയ കോമ്പറ്റീഷനുണ്ട്. നമ്മൾ ഈ കോമ്പറ്റീഷനിൽ കാലികമായ മാറ്റങ്ങൾ വരാതിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ പെട്ടെന്ന് പുറത്താവാനും അകത്താവാനും ഒക്കെ സാധ്യതയുള്ളൊരു മേഖലയാണ്. ആ ഇൻസെക്യൂരിറ്റി നമ്മൾ എപ്പോഴും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മുന്നിലേക്ക് പോകണം. അതായത് ഞാൻ കണ്ട ഒരു വലിയ കാര്യം, പല കലാകാരന്മാരും കിട്ടിയിട്ടുണ്ട്, സേവ് ചെയ്തിട്ടില്ല. അതൊരു വലിയ ദോഷമാണ്. അതാണ് ഇതിൻ്റെ ഒരു ഏരിയ തുടങ്ങുന്നതാണ്. അത് കിട്ടിയവരുണ്ട്, ഇവരുടെയൊക്കെ അവസാനമാകുമ്പോഴത്തേക്ക് ഇത് എവിടെ പോയി എന്നറിയാത്ത രീതിയിൽ, അത് എവിടെ പോയി എന്നറിയില്ല. അത് പിന്നെ കലയുടെ കൂടെ കിട്ടുന്നൊരു സാധനമാണ് ലക്ഷറി എന്ന് പറയുന്നത്. അതുമേൽ നമ്മൾ കുറച്ച് പിടിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ നമ്മളിപ്പോൾ പറഞ്ഞ ചോദ്യം എന്ന് പറയുന്നത്, ഒരു അവസരം കുറഞ്ഞു തുടങ്ങുന്ന ഒരാൾക്ക്, അല്ലെങ്കിൽ ഒരാൾക്ക് എനിക്ക് ഇത്ര രൂപ തരണം എന്നാലേ ഞാൻ വരാൻ പറ്റില്ലെന്ന് പറയുന്ന അവസ്ഥ വളരെ നോർമലായ ഒരവസ്ഥയാണ്. അത് എല്ലാ ജോലിയിലും ഉണ്ട്. ഇപ്പം നല്ല ഒരു പണിക്കാരൻ നമ്മുടെ നാട്ടിലുണ്ട്. വേറൊരു പണിക്കാരൻ അവിടെ വന്നു, അവൻ ഭയങ്കര മിടുകളും, നമ്മൾ അവൻ്റെ ഒപ്പം പൈസ പറയാൻ പറ്റില്ല. പിന്നെ നമുക്ക് ഇത് ബിസിനസ്സാണല്ലോ, അപ്പുറത്തെ സൈഡിലും ബിസിനസ്സാണല്ലോ, അവർ തരില്ല. നമ്മളാണെങ്കിലും നമ്മുടെ താഴേക്ക് ഒരാളെ വീട്ടിൽ ജോലിക്ക് വിളിക്കുമ്പോൾ അങ്ങനെ പറ്റുള്ളൂ. ഈ പറയുന്ന ആളുടെ വീട്ടിലും കണ്ട അതൊരു നോർമൽ പ്രോസസ്സിൻ്റെ ഭാഗമാണ്. അതിലൊന്നും നമുക്കൊന്നും പറയാൻ പറ്റില്ല. പിന്നെ പറഞ്ഞല്ലോ, ഇതിൽ കലയിലൊരു ഭാഗ്യവും ഹാർഡ് വർക്കും ഉണ്ട്. അതിലെപ്പോഴും ഭാഗ്യം തന്നെ ആയിരിക്കണം മുകളിൽ. അത് 100%. കാരണം ഇതിലുള്ള ഇപ്പോൾ കലാരംഗത്ത് നിൽക്കുന്ന ഞാൻ ഉൾപ്പെടുന്ന എല്ലാവരെക്കാളും പ്രതിഭയുള്ളവൻ ചിലപ്പോൾ പുറത്ത് നിൽപ്പുണ്ടാവും. ഇതിനേക്കാൾ ബുദ്ധിമുട്ടിയവൻ പുറത്ത് നിൽപ്പുണ്ടാവും. വരാൻ പറ്റുന്നില്ല. അത് കലയിൽ നമ്മൾ ഹാർഡ് വർക്ക് എന്നൊക്കെ അതിനകത്ത് ഭാഗ്യം, ഹാർഡ് വർക്കിൽ ഭാഗ്യം വേണം. ഭാഗ്യം അതിൻ്റെ ഒരു മുകളിൽ നിന്നെങ്കിൽ തന്നെ നടക്കുകയുള്ളൂ. നേരത്തെ പറഞ്ഞു, ഒരുപാട് സമ്പാദിച്ചു, ഒരുപാട് ലഭിച്ചു, പക്ഷേ നമ്മളത് സേവ് ചെയ്തില്ല. ആസ് എ ഫിനാൻഷ്യൽ മാനേജർ എങ്ങനെ റേറ്റ് ചെയ്യുന്നു പിഷാരടി?
ഞാൻ എൻ്റെ വരവിനനുസരിച്ചിട്ടുള്ളൊരു ജീവിതമാണ് അന്നും ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിശുക്കനല്ല, ദൂർത്തുമില്ല. ഇപ്പം എന്താ പ്രശ്നം എന്നറിയാമോ, അത് നമ്മുടെ അങ്ങനെയാണ് വളർത്തിയത്. അതായത് ഇപ്പം നമുക്കൊരു ഷർട്ട് 5000 രൂപയുടെ മേടിച്ചു എന്ന് വെച്ചോ, 5000 രൂപയുടെ ഷർട്ട് ഞാൻ മേടിച്ചു എന്ന് പറഞ്ഞാൽ അഭിമാനമല്ല, നമുക്ക് ഭയങ്കര കുറ്റബോധമാണ്. ഇപ്പോഴും തോന്നും ഇവിടെ 1000 രൂപയ്ക്ക് 5 ഷർട്ട് കിട്ടുമായിരുന്നല്ലോ, പിന്നെ എന്തിനാ ഈ 5000 രൂപയുടെ ഷർട്ട് മേടിച്ചെന്നുള്ളൊരു സാധനം. ഇതിനകത്ത് ഈ ആളും മറ്റേ ആളും തമ്മിൽ ഭയങ്കര വഴക്കാണ്. പക്ഷെ മറ്റേടത്ത് പരിപാടിക്കെല്ലാം നല്ലൊരു കോട്ട് ഇട്ടില്ലെങ്കിലും കുഴപ്പമാണ്. അപ്പോൾ 5 രൂപയുടെ കോട്ട് മേടിക്കണം, അവിടെ എല്ലാവരും കോട്ടിട്ടുകൊണ്ടാണ് വന്നത്. പക്ഷേ നമ്മൾ ഈ 5 രൂപയുടെ കോട്ട് മേടിച്ച് ഈ പരിപാടിക്ക് ഇടാൻ പറ്റുള്ളൂ, ഇത് കഴിഞ്ഞാൽ ഇത് വീട്ടിൽ കൊണ്ട് വെക്കേണ്ടത്, ഇത് ഇവിടെ വെക്കണം, അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അതൊക്കെ ആ ഒരു ഏരിയയൊക്കെ നമ്മൾ ഈ പറയുന്ന പോലെ ഒരുപാട് ആലോചിച്ച ഉത്തരവൊന്നുമില്ല. അതൊക്കെ ഡിപ്പെൻഡ്സ്, ഓരോ മനുഷ്യനും ഓരോ എക്കണോമിക്സും ഓരോ ഫിലോസഫിയിലും പോകുന്നത്, അത് തമ്മിൽ കൂട്ടിപ്പിടിക്കാനേ പറ്റത്തില്ല. ആങ്കേഴ്സ് ആയിട്ടുള്ള ഇപ്പം വിമൻ ആങ്കേഴ്സ് വരികയാണെങ്കിലും ഒരു ഫങ്ഷൻ വരികയാണെങ്കിലും ഉദ്ഘാടനം ചെയ്യുമ്പോഴാണെങ്കിലും ഒക്കെ സ്ത്രീകൾ പറയാറുണ്ട് ഈ സാരി ഇതിപ്പം പണ്ടൊക്കെ ആണെങ്കിൽ ഒരു സാരി ഉടുത്താൽ പിന്നെ അടുത്ത ഫംഗ്ഷന് വീണ്ടും ഇടാം. ഇപ്പം കല്യാണത്തിന് വരെ പറ്റില്ല, കാര്യം ഈ കല്യാണം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും, ആ കല്യാണം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും, അപ്പോൾ സാരി ഒരു ഭയങ്കര വിസിബിലിറ്റി ആയിപ്പോയി, ഇനിയിപ്പോൾ അതിന് വീണ്ടും സാരി എടുക്കണം. ഇങ്ങനെ സ്ത്രീകൾ സാരികളുടെ കാര്യത്തിലും പകർച്ചകളുടെ കാര്യത്തിലും വേഷത്തിൻ്റെ കാര്യത്തിലും അയ്യോ ഇത് ഫാഷൻ്റെ കാര്യത്തിലൊക്കെ കുറേ കോൺഷ്യസ് ആണ്. ആണുങ്ങൾ എങ്ങനെയാണ് പിഷാരടി ഒരു സ്റ്റേജ് ഷോ ആണുങ്ങളൊക്കെ ജനിച്ച് മരിക്കുന്നവർ ഒരേ ഹെയർ സ്റ്റൈൽ നടക്കുന്ന എന്തോരം പേരുണ്ടെന്നറിയാമോ? ജനിച്ച് അവനൊരു 18 വയസ്സ് ഞാൻ കാണിച്ചു തരാം. നമുക്ക് എത്ര തരം ഇപ്പം റീമി എൻ്റെ സുഹൃത്താണ്. റീമിയുടെ ഒരു 50 എപ്പിസോഡ് എടുത്താൽ 50 ഹെയർ സ്റ്റൈലാണ്. എൻ്റെ 50 ഒരുപോലെ ഇരിക്കും. നമുക്കങ്ങനെ ചെയ്യാനുള്ള തലയില്ല, മുടിയില്ല, ചെയ്യാനും പറ്റത്തില്ല. പിന്നെ ഡ്രസ്സ്, പാൻറ് ഷർട്ടും ജീൻസും ഇതല്ലാതെ എന്തോ മുണ്ട് ഷർട്ടും അല്ലാതെ അതിന് ഗുണമുണ്ട്, മടക്കി വെക്കാൻ എളുപ്പമാണ്. അയ്യോ പെണ്ണുങ്ങളുടെ ഡ്രസ്സ് മടക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇത് മടക്കിയ വല്ല ഷേപ്പിലും ഇരിക്കുമോ? പശു കിടക്കുന്ന പോലെ ഒരു ഡ്രസ്സൊക്കെ മടക്കി വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ വലിയ തൊല്ല തന്നെയാണ്. അതിൽ അവർ വിചാരിക്കാൻ അത്ര ഞാനൊക്കെ അത്യാവശ്യം 1-2 പരിപാടിക്കൊക്കെ പല ഷർട്ടും ഇടും. തപ്പിയെടുത്ത് ഞാൻ തന്നെ വേണം കാണിച്ചറിയാം, ഇൻ്റർനെറ്റിലൊക്കെ കിടപ്പുണ്ട്. അതൊക്കെ ചെയ്യണം, അല്ലാണ്ടൊന്നും പറ്റില്ല. ഓരോ പരിപാടിക്ക് ഓരോ ഷർട്ട് മേടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നടക്കണ കാര്യമാണോ? എല്ലാവരും നെറ്റിലിടുന്നു, ഇൻ്റർവ്യൂവിന് ഇടുന്നു, അതൊന്നും പറ്റില്ല. അതൊക്കെ ഇടുക തന്നെ ചെയ്യും. പിന്നെ വേറെ ചില പരിപാടികളൊക്കെ ഉണ്ട്. അതായത് ഞാൻ ഈ അമേരിക്കയിലൊക്കെ പരിപാടിക്ക് പോകുമല്ലോ, അമേരിക്കയിലൊക്കെ പരിപാടിക്ക് പോകുമ്പം നമുക്കൊരു 12 ഷോ 15 ഷോ ഒക്കെ ഉണ്ടാവും. 15 ഷോ ഒക്കെ ഉണ്ടാകുമ്പോൾ ഇവിടുന്ന് പോകുമ്പോൾ 1 ലഗേജാണ്, അത് വലിയ പാടാ. ചുമ എന്നാലും കൊണ്ടുപോയേ പറ്റുള്ളൂ. 12 ഷർട്ട് കൊണ്ടുപോകണം, അത് അവിടെ അലക്കാനൊക്കെ സ്ഥലമുണ്ട്. ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ചെയ്യുന്നില്ല കേട്ടോ, പണ്ട് ചെയ്താൽ എനിക്ക് പറയാം. ഞാൻ നൈറ്റിയുടെ തുണി മേടിക്കും, മീറ്ററിനും ഭയങ്കര കുറവാണ്, ഭയങ്കര ഡിസൈൻ അതിനൊക്കെ. ഇത് വെച്ചിട്ട് ഒരു 100-300 രൂപയുടെ തയ്യക്കൂലി, 250 രൂപയ്ക്ക് തുണി കിട്ടും, 650 രൂപയ്ക്ക് ഷർട്ട് തരും. കീഴിലും ഷർട്ട് സ്റ്റേജിൽ ഇട്ടാൽ ചന്ദ്രൻ നോക്കിയാൽ കാണാൻ പറ്റും, അതുപോലത്തെ ഷർട്ട്. നമ്മൾ ഇതിട്ടുകൊണ്ട് അമേരിക്കയിൽ ചെന്ന് കഴിയുമ്പോൾ തന്നെ ഏതെങ്കിലും ഒരുത്തനല്ല നമ്മുടെ കൂടെ അവിടെ വരുന്ന സൗണ്ട് എഞ്ചിനീയർ ആയിട്ടുള്ള ആളോ ആരെങ്കിലും ഒക്കെ ഇത് എവിടെ നിന്ന് എടുത്ത ഷർട്ട്, നമ്മൾ ലീവിന് വരുമ്പോൾ ഇതൊന്നും കാണുന്നില്ല. അപ്പം ഞാൻ പറയും ഇപ്പം കൊടുക്കും $10 എന്ന് പറയും. അവന് $10 എന്ന് പറഞ്ഞാൽ വല്ലതും ഉണ്ടോ? അവനോട് ചായ അടിയെന്ന് വെച്ചാൽ $10 എന്ന് പറഞ്ഞാൽ 70 രൂപ വെച്ച് 700 രൂപയാണ്. അതായത് ഞാൻ 600 രൂപ മുടക്കിയ ഷർട്ട് ഇട്ടും കഴിഞ്ഞിട്ട് ഞാൻ 700 രൂപയ്ക്ക് വിൽക്കും. അങ്ങനെ ഞാൻ 12 ഷർട്ട് അമേരിക്കയിൽ വിറ്റിട്ടുണ്ട് പണ്ട്. സുഖമായിട്ട് 12 ഷർട്ട് വിറ്റു. എന്നിട്ട് ആ പൈസക്ക് പോയിട്ട് അവിടെ ഈ ഇത് വിൽക്കുമല്ലോ, പ്യൂമയുടെ നല്ല ബ്രാൻഡ് ഷർട്ടൊക്കെ സെക്കൻഡ് ഹാൻഡ്, അവിടെ ഒരു കടയിൽ ഒരു തുണി ഇത്ര നാളിൽ കൂടുതൽ ഇടരുതെന്നൊക്കെ ഉണ്ട്. അത് ഞാൻ അടുത്ത് കൊണ്ടുവന്നാണ്, അത് പോയിട്ട് മേടിച്ചുകൊണ്ട് വരും. അങ്ങനത്തെ ഷർട്ട് കച്ചവടം. പിന്നെ ഈയിടെ ആയിട്ടുള്ള പുതിയ കച്ചവടം എന്താ പറയുമ്പോൾ ഞാൻ ഈ വീട്ടിലിരിക്കുന്ന സാധനങ്ങളൊക്കെ OLX വിൽക്കും. വേറൊരു നമ്പർ എടുത്തിട്ട് വിളിച്ചിരിക്കും, ഞാനന്ന് പറയൂല. വീട്ടിലിരിക്കുന്ന നല്ല പരിപാടി കേട്ടോ, നല്ല രസമാണ്. ഞങ്ങൾക്ക് നേരം പോകാത്തപ്പോൾ നല്ല കച്ചവടം. വീട്ടിലിരിക്കുന്ന പല സാധനം, പഴയ തത്തയുടെ കൂട്, അല്ലെങ്കിൽ പഴയ മൊബൈൽ, പഴയ ഹെഡ്ഫോണിൻ്റെ വള്ളി, പഴയ ചാർജറൊക്കെ എടുത്തിടും. ഇച്ചിരി കഴിയുമ്പോൾ എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ലാഭ കച്ചവടം. ഞാൻ നിസ്സാര വിലയ്ക്കാണ് വയ്ക്കുന്നത്. പൊരുത്തം വിളിക്കും, അവനുമായിട്ട് ഭയങ്കര തർക്കം പേശൽ. എന്നിട്ട് ഞാൻ വേറൊരു നമ്പറുണ്ട്, അതൊന്ന് വിളിക്കും, ഹലോ വന്നപ്പോൾ വീട്ടിലാളുണ്ടാവും, മേടിച്ചു കേട്ടോ എന്ന് പറഞ്ഞിട്ട് അവൻ മേടിച്ചോണ്ടു. വളരെ വലിയ കാര്യം, ഒരു കണക്കിന് കാര്യം വേസ്റ്റും ആവുന്നില്ല. ഇതൊക്കെ ഡംപ് ചെയ്യണ്ടേ? ഇന്ന് ഫ്ലാറ്റിൽ താമസിക്കുമ്പോൾ ഈ വേസ്റ്റ് അല്ല, ഞാൻ വീട്ടിൽ ആവശ്യമുള്ള സാധനമൊക്കെ ഇപ്പോൾ വെക്കുന്നത്. ഇതിനോടുള്ള രസം തോന്നിയിട്ട് വേസ്റ്റ് ഒക്കെ എടുത്ത് വിൽക്കാതെ ആരെയും മേടിക്കുമോ? ഇത് ഉപയോഗിക്കുന്ന സാധനങ്ങളാണോ ഇത് അത്രയും കൊടുക്കുന്നത്? എനിക്ക് സ്ഥലമില്ല, സാധനം വേണ്ടെന്ന് തോന്നി. ഇപ്പൊ വിൽപ്പനയാ കംപ്ലീറ്റ്. എനിക്കിപ്പോ വീട് വിൽക്കുമെന്ന് എന്റെ പേടി. എൻ്റെ ഒരു പഴയ ഫോൺ, അതായത് നാദൃഷക്ക് ഒരിടത്ത് പരിപാടിക്ക് പോയപ്പോൾ നാദൃഷയ്ക്ക് ഒരു ഗിഫ്റ്റ് ആയിട്ടൊരു ഫോൺ കിട്ടി. പുള്ളി ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്തപ്പോൾ അപ്പോൾ പുള്ളിക്ക് 2 ഫോൺ ഉണ്ട്. എന്നോട് അത് നിസ്സാര പൈസയ്ക്ക് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ പകുതി വിലയ്ക്ക് നാദൃഷയ്ക്കിടെ ഒരു നല്ല ഫോൺ കിട്ടി. അപ്പോൾ ഞാൻ ഉപയോഗിച്ചിരുന്ന ഫോൺ അപ്പോൾ തന്നെ ഞാൻ വിറ്റു.
ഒരു ദിവസം ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ കൊടുത്ത പൈസ അത് കിട്ടിയോ? ഏതാ? ഇല്ലില്ല, അങ്ങനെ കിട്ടത്തില്ല. പക്ഷെ ഒരു ദിവസം ഇങ്ങനെ ഇരിക്കുമ്പം ഞാൻ നോക്കിയപ്പോൾ വീടിന് മുകളിൽ ഒരു കസേര ഇരിക്കുന്നത്, ഒരു പ്ലാസ്റ്റിക് കസേര. ഞാൻ ഇതിൻ്റെ ആവശ്യമില്ലല്ലോ, ഞാൻ അപ്പോൾ തന്നെ ഫോട്ടോ എടുത്തിട്ട് പിറ്റേ ദിവസം ഒരാൾ മേടിച്ചോണ്ട്. നല്ല രസമാണ്. ഗുഡ് ബിസിനസ്. ചെയ്ത് നോക്കണം, നല്ല. സമയം പോയതേ അറിഞ്ഞില്ല. ഒരുപാട് വിശേഷങ്ങൾ, ഒരുപാട് ചോദ്യങ്ങൾ, ഒരുപാട്. എനിക്ക് എന്താ പറയണ്ട, ആദ്യം ഒരു ഐഡന്റിറ്റി ക്രൈസിസ് ഉണ്ടായിരുന്നു, ഇപ്പൊ മനസ്സിലായി എനിക്ക്. എവിടെ ഒഴുകി അനർഘ നിർഗളമായി. ഹാഡ് എ ഗ്രേറ്റ് ടൈം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. കൗമുദി ടിവിക്കും എൻ്റെ പ്രേക്ഷകർക്കും എൻ്റെ നന്ദി.